ബാർസലോണ കൊടുക്കുന്ന സാലറി എന്ന് പറഞ്ഞാൽ വളരെ ഹ്യൂജ് ആണ്. ബാർസലോണ ഇപ്പം നമ്മൾ നോക്കാനായിട്ടാണ് പ്രെറ്റി ആവറേജ് പ്ലേസിന് ഒരു ഹ്യൂജ് സാലറി കൊടുത്തോണ്ട് ഇപ്പം ലെങ്ക്ലെറ്റിനൊക്കെ ഇപ്പം റാമോസിന് കൊടുക്കുന്ന സാലറി ലെങ്ക്ലെറ്റ് കൊടുത്താൽ അങ്ങനെയല്ലേ ആലോചിക്കാൻ പറ്റുന്ന കാര്യമാണ്. റാമോസിന്റെ ആ സമയത്ത് ഹൈപ്പ് അത്ര ഇതാണ്. സോ ഒരു സാലറി ഒരു പ്ലെയറിന് കൊടുക്കുന്ന പെർഫോമൻസ് വെച്ചും പിന്നെ മേ ബി മാർക്കറ്റിംഗ് ഒരു ബിഗ് ഫാക്ടറാണ്. ഒരു പ്ലെയറിന് എന്തുമാത്രം ജേഴ്സീസ് വിൽക്കാൻ പറ്റും, ഒരു പ്ലെയർ കൊണ്ട് അല്ലാതെ നമുക്കിപ്പോൾ ടിക്കറ്റ് സെയിൽസ് ആ പ്ലെയർ കാരണം കൂടുതൽ വിൽക്കാൻ പറ്റുന്നുണ്ടോ, മെർച്ചൻഡൈസുകൾ കൂടുതൽ വിറ്റ് പോകുന്നുണ്ടോ ആ പ്ലെയറിന്, മേ ബി ആ പ്ലെയറിൽ നിന്ന് നമുക്ക് കൂടുതൽ മേ ബി ആ പ്ലെയർ കാരണം പർട്ടിക്കുലർ കൂടുതൽ ഓഡിയൻസ് ടാർഗറ്റ് അട്രാക്ട് ആവുന്നുണ്ടോ നമ്മുടെ ക്ലബിന്റെ കളിയാണ്. സോ നെയ്മറെ, മെസ്സി, ക്രിസ്ത്യാനോ, എംബാപ്പയുടെ ഒക്കെ ഡിമാൻഡ് കൂടാനായിട്ടുള്ള ഒരു മെയിൻ കാരണം അതും കൊണ്ടാണ്. അവർക്ക് ഈ 50-40 മില്യൺ സാലറിക്ക് യൂറോപ്പിൽ കിട്ടിക്കൊണ്ടിരുന്ന ഒരു കാരണം അതാണ്. അവരത് ജനറേറ്റ് ചെയ്യും. ഇവരെ പിച്ചിലെ പെർഫോമൻസുകൾ മാത്രമല്ല, മെർച്ചൻഡൈസ് സെയിലെ TV റൈറ്റുകളെ, കളികൾ കാണാൻ വരുന്ന ഇപ്പം സ്റ്റേഡിയത്തിലോട്ട് കാണാൻ വരുന്ന ആളുകളുടെ ഇത്, TV കൊമേഴ്ഷ്യൽസ്, ഇപ്പം അല്ലാത്ത രീതിയിലുള്ളത്, ഇതിനെല്ലാം അട്രാക്റ്റഡ് ആവും. ഇപ്പം നെയ്മറിന്റെ കളി നടക്കുമ്പോൾ, മെസ്സിയുടെ കളി നടക്കുമ്പോൾ, ക്രിസ്ത്യാനോയുടെ കളി നടക്കുമ്പോൾ, സോ അതെല്ലാം ഒരു ബിഗ് ഫാക്ടറാണ്. സോ അതൊക്കെ അനുസരിച്ചാണ് അവർക്ക് സാലറി കൊടുക്കുന്നത്. അതേസമയത്ത് ഒരു പ്രെറ്റി ആവറേജ് ഇതൊന്നും കൊണ്ട് ജനറേറ്റ് ചെയ്യാത്ത പ്ലേയേഴ്സിനെയൊക്കെ ചുമ്മാ ബാർസലോണയ്ക്ക് എത്രയും പെട്ടെന്ന് സൈനിങ്സുകൾ നടത്താനായിട്ട് അന്യായ സാലറീസ് ഒക്കെ 10-15 മില്യൺ സാലറി, മറ്റ് ക്ലബ്ബുകളിലൊക്കെ 4-5 മില്യൺ സാലറീസ് മാക്സിമം കിട്ടുന്ന ഒരു പ്ലെയറിന് 10-12 മില്യൺ സാലറീസ് ഒക്കെ കൊടുത്താൽ അത് സസ്റ്റൈനബിൾ അല്ല. എന്നിട്ട് അവർക്ക് 5-6 വർഷത്തെ കോൺട്രാക്ട് കൊടുക്കുകയാണ്. ഈ 6 വർഷം അത് കൊടുത്തുകൊണ്ടിരിക്കണം ക്ലബ്. സോ ക്ലബ് അതനുസരിച്ച് ഉണ്ടാക്കുന്നില്ല. കോവിഡ് വന്നു, മറ്റേ അത് വന്ന് ഇത് വന്ന് ഇപ്പം ബാർസ ഉണ്ടാക്കുന്ന റവന്യൂവിനേക്കാളും മേളൊരു കോസ്റ്റായി അങ്ങനെ. അപ്പം സൈനിങ്ങിനൊന്നും കുഴപ്പമില്ല, രജിസ്റ്റർ ചെയ്ത് സംഭവം FFP കൂടുതൽ സ്ട്രിക്റ്റ് ആകാൻ തുടങ്ങിയപ്പോഴേക്കും ഇപ്പം ജനറേറ്റ് ചെയ്യുന്നതിന് ഇത്ര ശതമാനം ക്ലബിന് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ സാലറീസിനും മറ്റും എല്ലാമായിട്ട്. സോ അതിന് മേളിൽ ബാർസലോണയുടെ കോസ്റ്റ് അങ്ങ് പോയി. അതാണ് സംഭവിച്ചത്. ഇപ്പൊ കഴിഞ്ഞ 3-4 വർഷത്തെ കോസ്റ്റുകളും എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. കൊട്ടീനോന് 140 മില്യൺ സൈൻ ചെയ്തത് 5 നീട്ടിച്ചപ്പോൾ 140 / 5 28 മില്യൺ. ആ 28 മില്യൺ 2020 ആയപ്പം ആ കോസ്റ്റ് ആ വർഷം വരുന്നുണ്ട്. കൊട്ടീനോയുടെ സാലറി ആ വർഷം ബുക്കിൽ റെക്കോർഡ് ചെയ്യണം ആ 28 മില്യൺ കൂടെ. സോ അങ്ങനെ ജനറേറ്റ് ചെയ്ത് ബാർസലോണ ഏൺ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കയ്യിൽ നിന്ന് കൊടുക്കണം. അത് സാലറിക്ക് വേണ്ടി തന്നെ കൊടുക്കണം. മറ്റ് ഇതിനെല്ലാം കൂടെ ആയിട്ട് വന്നപ്പോഴേക്കും FFP എന്ന് പറയുന്ന സംഭവം കൂടുതൽ സ്ട്രിക്റ്റ് റോഡ് ആയപ്പോഴേക്കും ബാർസലോണയ്ക്ക് പിടിച്ചിരിക്കാൻ പറ്റാതെ. അതാണ് മെയിനായിട്ട് സംഭവിച്ചൊരു കാര്യം. അതിന്റെ മെയിൻ റീസൺ പഴയ ബോർഡാണ്.